ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള കുറച്ച് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ബോസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് കുറച്ച് ഷേപ്സ് കുറച്ച് ടെംപ്ലേറ്റ്സ് ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് വൈറ്റ് പേപ്പറിൽ. അപ്പം ഈ ഒരു ഇതിൻ്റെ കട്ടൗട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വരച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ്സ്, ഞാനിപ്പം ഗ്ലിറ്റർ ഷീറ്റ്സ് ആണ് എടുക്കുന്നത്. ഇപ്പം മാർക്കറ്റിലാണെങ്കിൽ ഫോക്സ് ലെതർ ഷീറ്റ്സ് അങ്ങനെ ഒരുപാട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഷീറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു ബോ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പ്രൈസൊക്കെ ഇടുന്നത് നമ്മുടെ വർക്ക് റേറ്റ് അനുസരിച്ച് നമുക്ക് മാർക്കറ്റ് റേറ്റ് ഒക്കെ നോക്കി നമുക്കത് പ്രൈസ് ഇടാവുന്നതാണ്. അപ്പം ഗ്ലിറ്റർ ഷീറ്റിന് ഏകദേശം ഒരു പാക്കറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പം നമുക്ക് പല കളേഴ്സിൽ കോൺട്രാസ്റ്റിംഗ് കളേഴ്സൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളൊരു ഓരോ ഷേപ്സും നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അങ്ങനെ ഇതൊന്നും വരാതെ നല്ല രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പം എല്ലാ കട്ടൗട്ടും MDF ബോർഡിൻ്റെ കട്ടൗട്ട് വാങ്ങിക്കാൻ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അത്യാവശ്യമുള്ള കട്ടൗട്ട്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലാതെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ബോ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ഓരോ ഷേപ്പും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത് ഞാൻ ഒരു ബട്ടർഫ്ലൈ ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈയെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല വൃത്തിക്ക് വേണം നമ്മളത് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ അതിനകത്തൊക്കെ വേണമെങ്കിൽ നമുക്കിതുപോലെ തുണിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുള്ളാട്ടോ. അപ്പം നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് ഇഷ്ടപ്പെട്ട കളറിലൊക്കെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരുമ്പോൾ അതിനൊരു ബെറ്റർ ഐഡിയ ആട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതിൻ്റെ കളേഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വേറെ കളർ എടുത്ത് ചെയ്യുന്നത്. അപ്പം നമ്മൾ ട്രെൻഡ് അനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ കളർ ഇങ്ങനെ മാറ്റി ഇങ്ങനെ ഓരോ ഡിസൈനും ഇങ്ങനെ മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ആ ഒരു 2 എണ്ണം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു ബോയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനും ഞാൻ ആദ്യം എടുത്ത ആ ഒരു ഗ്ലിറ്റർ ഷീറ്റാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിൽ ഇത് പ്രിൻ്റ് ചെയ്തിങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മൾ ബാക്ക് വശം വെച്ച് നോക്കിയിട്ട് വേണം വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് വശം ആകുമ്പോഴത്തേക്കും ഗ്ലിറ്റേഴ്സൊക്കെ എന്തായാലും ഗ്ലിറ്റേഴ്സ് നമ്മുടെ കയ്യിലാകും. എന്നാലും ഫ്രണ്ട് വശം ആകുമ്പോഴത്തേക്കും ഗ്ലിറ്ററൊക്കെ നമ്മുടെ കയ്യിലാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിൽ വെച്ചിട്ട് വേണം നമ്മളിത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല ഷേപ്പിൽ ഇത് വരച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ ഓരോ ഡിസൈൻസ് ഇങ്ങനെ നമ്മൾ പല വെറൈറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഷീറ്റുകളൊക്കെ നമുക്ക് ലെതർ ഷീറ്റ്സൊക്കെ നമുക്കിങ്ങനെ തിളക്കമുള്ളതും അല്ലാത്തതും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഫോം ഷീറ്റ് തന്നെ ആണെങ്കിൽ ഗ്ലിറ്റർ ഉള്ളതും ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട്, ഗ്ലിറ്റർ ഇല്ലാത്തതും ഉണ്ട്. അപ്പം അങ്ങനെ പല മെറ്റീരിയൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാകും. അപ്പോൾ നമുക്കത് പല രീതിയിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് കളേഴ്സാണ്, കുറച്ച് ഡള്ളായിട്ടുള്ള കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിനും ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പ്രത്യേകിച്ച് ഈ പിങ്ക് പോലുള്ള ഐറ്റത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആ ഒരു ബോ എടുത്തിട്ട് ഒത്ത നടുക്കിൽ നമ്മളിതുപോലെ പശ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ ശരിക്കും പറയുകയാണ്, B7000 വെച്ച് ഞങ്ങൾക്ക് ഒരുപാട് തവണ ഞാൻ നോക്കിയിരുന്നു ഇങ്ങനത്തെ ഗ്ലിറ്റർ ഷീറ്റ്സൊക്കെ ഒട്ടിക്കാൻ വരും. പക്ഷേ എത്ര നോക്കിയിട്ട് എൻ്റെ ഒട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫെവി ബോണ്ട് എന്ന് പറഞ്ഞ പശ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാ ഒട്ടുന്ന പശയെന്ന് വെച്ചാൽ, നന്നായിട്ട് ഒട്ടുന്ന പശ ഏതാണെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം, എങ്കിലേ അത് നല്ല രീതിയിൽ ഒട്ടി വരത്തുള്ളൂ. പിന്നെ കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി, അപ്പോൾ അത് ഒട്ടിയതിരുന്നോളും. അപ്പോൾ ഗ്ലൂ ഗൺ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ഒരു ചൂട് മാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്നാലേ അത് നല്ല രീതിയിൽ ഒട്ടിയിരിക്കത്തുള്ളൂ.
അപ്പം ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഗ്ലൂ ഗണ്ണ് പർച്ചേസ് ചെയ്യുവാണെങ്കിലും നല്ല ഗ്ലൂ ഗണ്ണ് നോക്കി വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതുപോലെ ആദ്യം ഇതിൽ ഞാൻ ആദ്യം ടെയിലിൽ ഞാൻ ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോയുടെ നടുക്കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടുക്കായിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. പല വെറൈറ്റിയിൽ ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ പല ഷേപ്സിലുള്ള ചാംസ് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പല ടൈപ്പിലുള്ള ഗ്ലിറ്റർ ഷീറ്റ്സ് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ വീതി കുറഞ്ഞ ഗ്രോസ് ഗ്രീൻ റിബൺസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പല വെറൈറ്റി ആയിട്ടുള്ള. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ പ്രോഡക്റ്റ് കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ ആദ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ്സ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ നടുക്കായിട്ട് ഇപ്പം ഞാൻ വെക്കാൻ വേണ്ടി പോകുന്നത് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് തന്നെ സ്ട്രാപ്പ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഈ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ പശ വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതെങ്കിലും അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടല്ലോ, അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് നമ്മളിതുപോലെ അലിഗേറ്റർ ക്ലിപ്പ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. കയറ്റി വെച്ചിട്ട് ആ ഒരു സ്ട്രാപ്പ് അതിൽ ഒട്ടിച്ചിട്ടാണ് നമ്മൾ അത് ഫുള്ളായിട്ട് നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുപോലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ല സെക്യൂറായിട്ട് ഇത് ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബോസൊക്കെ സെറ്റ് ചെയ്ത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മോഡലാണ് കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് നല്ല രീതിയിൽ അവിടെ ഇരുന്നോളും, നല്ല രീതിയിൽ ഒട്ടി അവിടെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പല ടെംപ്ലേറ്റുകൾ വെച്ചിട്ട് നമ്മളിതുപോലെ പല പല ബോസ് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്രിസ്മസ് ഒക്കെ നമുക്ക് ഓണം തീമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഗോൾഡൻ കളറിലെ ഗ്ലിറ്റർ ഷീറ്റ്സും അതുപോലെ തന്നെ ലെതർ ഷീറ്റ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കുറച്ച് തിളക്കമുള്ള ഷീറ്റ്സൊക്കെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മറ്റ് ഓൺലൈൻ സ്റ്റോറിലും ക്രാഫ്റ്റ് ഷോപ്പിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്